ഇന്ത്യയ്ക്കും ഒരാവശ്യം വന്നപ്പോൾ അപ്പോഴും ഇന്ത്യ അവരോട് സഹായിക്കാനുണ്ടായിരുന്നു. അതെ, നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഇന്ത്യൻ ആർമിയിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആളുകളൊക്കെ മാത്രമേ ഉള്ളൂ. ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് ചില വ്യക്തികളെ നമുക്ക് അറിയേണ്ടി വരുന്നത്, നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. ഇപ്പോൾ കാശ്മീർ അതിർത്തിയിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം മുറുകിയിരിക്കുന്ന സമയത്ത് അതിർത്തി കാക്കാൻ മലയാളികളുണ്ട് എന്ന് നമുക്കറിയാം. ഒരു പെൺപുലിയുണ്ട്. ഇപ്പം ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ചില ആളുകളെ വ്യക്തമായും തിരിച്ചപ്പോൾ കടലിൽ സോഫിയ ഖുറൈഷി 29 സ്ത്രീകളുടെ സിന്ദൂരം മായിച്ച ആ ഓപ്പറേഷന്റെ നേതൃത്വം ഒരു സ്ത്രീയെ തന്നെ ഏൽപ്പിച്ചതിലാണ് ഇന്ത്യയുടെ കരുത്ത്. എങ്ങനെയാണ് ഇന്ത്യയുടെ നാരീ ശക്തി എന്ന് നരേന്ദ്രമോദി സോഫിയ ഖുറൈഷിയിലൂടെ തെളിയിക്കുകയായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണൊരുത്തി, പ്രവാചകൻ പഠിപ്പിച്ചത് പെണ്ണിനെ നേതൃത്വം ഏൽപ്പിച്ചാൽ തകർന്നു പോകുമെന്നല്ലേ, മുടിഞ്ഞു പോകുമെന്നല്ലേ. അങ്ങനെ ഒരു പെണ്ണിനെ തന്നെ മുന്നിൽ നിർത്തി പാകിസ്ഥാന് പ്രഹരമേൽപ്പിച്ച ഇന്ത്യ കൊടുക്കുന്ന മറ്റൊരു നാണം കെട്ട തോൽവി കൂടിയുണ്ട് പാകിസ്ഥാനെതിരെ പിന്നിൽ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നോട് എന്തുകൊണ്ടാണ് ഉസ്താദന്മാരാരും സംവാദത്തിന് വരാത്തത്? ഒരു സ്ത്രീയാണ്, അവരുടെ മുമ്പിലൊക്കെ തോറ്റുപോയി കഴിഞ്ഞാൽ പോയില്ല. അതുകൊണ്ട് A24 ചാനലിൽ ജനകീയ കോടതിയിൽ ഞാനും അരുണും ഡോക്ടർ അരുൺകുമാർ, ഷുഹൈബുൽ ഹൈത്തമി എല്ലാം കൂടി ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു, 1 മണിക്കൂർ നീണ്ടു നിന്നത്. ഇതുവരെ അവരത് പുറം ലോകത്ത് വിട്ടിട്ടില്ല. കാരണം എന്തെന്നറിയാമോ? ഷുഹൈബുൽ ഹൈത്തമിയെ ഞാൻ ഖുർആൻ കൊണ്ട് തോൽപ്പിച്ചു, ഖുർആൻ വലിച്ച് കീറി അങ്ങനെ ഇട്ടുകൊടുത്ത് എന്നടാ ആണ് ഇതൊക്കെ നിന്റെ ഇതിനകത്തുള്ളതാണോടാ, ഗ്രന്ഥത്തിലുള്ളതാണോടാ, ഇതിനകത്ത് മാനവികതയുടെ ഒരു കണിക പോലും ഉണ്ടോ? എനിക്ക് നാണക്കേടായിപ്പോയി. ഒരു പെണ്ണിന് മുമ്പിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ ഒരു പെണ്ണിന് മുമ്പിൽ തോറ്റു പോകുന്നത്. അതുകൊണ്ട് അതിവരെ സംബന്ധിച്ചിടത്തോളം നാണക്കേടാണ്. അതുകൊണ്ട് ആ ഡിബേറ്റ് ഇവരൊരിക്കലും പുറത്തു വിട്ടില്ല. ചോദിച്ചപ്പോൾ ടീച്ചർക്ക് അറിയില്ലേ മുസ്ലിങ്ങൾ ഏത് രൂപത്തിലാണെന്ന്? ഞങ്ങളൊരു 100-ലധികം ആളുകൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഞങ്ങളുടെ ഓഫീസ് തന്നെ അടിച്ച് തകർത്ത് കളയും. അതുകൊണ്ടാണ് ഇത്ര അവരത് ടെലികാസ്റ്റ് ചെയ്യാത്തത്. നിൽക്കട്ടെ. ഓമനത്തും തുളുമ്പുന്ന മുഖവും നീണ്ട തലമുടിയും ചന്ദനക്കുറിയും അണിഞ്ഞ കായം കുളങ്കാരി ആതിരയുമുണ്ട് ഇന്ത്യയുടെ അഭിമാനം കാക്കാൻ അതിർത്തിയിൽ. 4 വർഷം മുമ്പ് കാശ്മീരിലെ അതിർത്തി കാക്കാൻ ആദ്യമായിട്ട് സ്ത്രീ പട്ടാളക്കാർ നിയോഗിക്കപ്പെട്ട സമയത്ത് അതിലൊരാൾ ആതിരയായിരുന്നു. കായംകുളംകാരിയുടെ മുഖചിത്രത്തോടുകൂടി പുറത്തു വന്ന വാർത്തകൾ അത് രാജ്യത്താകെ വൈറലായി. ഇപ്പോൾ പാകിസ്ഥാനെതിരെ തിരിച്ചടിച്ച ഇന്ത്യൻ സൈന്യത്തിന്റെ വാർത്തകൾ ഓരോ നിമിഷവും പുറത്തു വരുമ്പോൾ മലയാളികൾക്ക് നെഞ്ചിടിപ്പേറുകയാണ്. 8 വർഷം മുമ്പാണ് കായംകുളം പുള്ളിക്കണക്ക് തെക്കേ മങ്കുഴി ഐക്കര കിഴക്കേതിൽ ആതിര കെ പിള്ള സൈന്യത്തിൽ ചേരുവാണ്. 8 വർഷങ്ങൾക്ക് മുമ്പ് ഈ ആതിരയുടെ അച്ഛൻ കേശവപിള്ള സൈനികനായിരുന്നു. സർവീസിലിരുന്നപ്പോൾ അച്ഛൻ മരിച്ചു. ആ ജോലിയാണ് ആതിരയ്ക്ക് കിട്ടിയത്. ചേട്ടൻ സൈനിക സേവനത്തോട് താല്പര്യമില്ലാത്ത ആളായിരുന്നു. തുടർന്ന് ആശ്രിതർക്ക് ജോലി നൽകുന്ന ഒരു രീതിയുണ്ടല്ലോ, ഡിപ്പെൻഡന്റ് റാലി നടത്തിയ സമയത്താണ് ജോലി ലഭിക്കുന്നത് ആതിരയ്ക്ക്. പരീക്ഷയൊന്നുമില്ലായിരുന്നു. പക്ഷേ മറ്റ് ട്രെയിനിങ്ങുകൾ അടക്കമുള്ള കഠിനമായിട്ടുള്ള പരിശീലനം മുഴുവൻ പൂർത്തിയാക്കിയപ്പോഴാണ് ജോലി കിട്ടിയത്. ഇന്ത്യൻ സേനയിലെ അർദ്ധ സൈനിക വിഭാഗമായിട്ടുള്ള അസം റൈഫിൾസിലെ വനിതാ സൈനികരിലെ ഏക മലയാളിയാണ് ആതിര. അന്ന് 25 വയസ്സാണ് ആതിരയ്ക്ക്. നമുക്ക് അഭിമാനമാണ്. അത് പറയുമ്പോൾ വല്ലാത്ത സന്തോഷവുമുണ്ട്. 25ാമത്തെ വയസ്സിൽ ആതിര കയറുവാണ് സൈനികരിലേക്ക്. നാഗാലാൻഡ്, മണിപ്പൂർ ഇവിടങ്ങളിലൊക്കെ ആയിരുന്നു തുടക്കത്തിൽ സേവനമനുഷ്ഠിച്ചത്. 2 വർഷം കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോൾ വിവാഹം കഴിഞ്ഞു. ഗൾഫിൽ ഒരു NSH എന്ന ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വിവാഹം കഴിച്ചത്. അതിൻ്റെയൊക്കെ ഇടയിൽ ഇപ്പോഴാണ് ഈ കാശ്മീരിലെയും കാശ്മീർ ഓപ്പറേഷനും ഒക്കെ ചർച്ചയാകുമ്പോൾ ആതിരയും ചർച്ചയ്ക്ക് വരുന്നത്. അന്ന് ഇടതൂർന്ന കർക്കൂന്തലൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ആതിരയ്ക്ക്. അപ്പൊ കാശ്മീർ ഓപ്പറേഷൻ ഒരുപാട് ബുദ്ധിമുട്ടേറിയതായിരുന്നു എന്ന് ആതിര പറയുന്നു. കുത്തനെയുള്ള മല കയറണം, കാല് തെറ്റിയാൽ ചെങ്കുത്തായ താഴ്ചയിലേക്ക് വീഴും. കണ്ടോ, നമ്മൾ സ്വസ്ഥമായും സന്തോഷമായും നിർഭയമായും ജീവിക്കേണ്ടതിനു വേണ്ടി ഒരു മനുഷ്യർ മരണക്കയറിൽ തൂങ്ങിയാടുവാണ് നമുക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിനു വേണ്ടി. അവരെയാണ് ആദ്യം നമ്മൾ നമിക്കേണ്ടത്.
കാല് തെറ്റിയാൽ ചെങ്കുത്തായ താഴ്ചയിലേക്ക് വീഴും. ഉപജീവനത്തിനു വേണ്ടി മാത്രമല്ല ഈ രാജ്യത്തെ അവർ അത്രയധികം സ്നേഹിക്കുന്നത് കൊണ്ട്, ശമ്പളത്തിനു വേണ്ടി മാത്രമല്ല, പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയല്ല, ഈ രാജ്യം കാക്കുന്നതിന് വേണ്ടി എന്ത് കൊടുത്താലാണ് അവർക്ക് മതിയാകുക. രാത്രി സമയമായിരുന്നത്രേ, ടോർച്ച് പോലും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം തീവ്രവാദികൾ പട്ടാളത്തിന്റെ വരവ് മനസ്സിലാക്കില്ലേ. ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം പോലും ഇല്ലാതെ മരണക്കയറിൽ തൂങ്ങിയാടുവാണ് അതിർത്തിയിലേക്ക്. ഇതൊക്കെ നേരിടാനുള്ള ഒരു കരുത്ത് വേണം, മാനസികമായും ശാരീരികമായും. എന്നാലേ പട്ടാളത്തിൽ ചേരാൻ പറ്റൂ. ഓപ്പറേഷന് പോകുകയാണ് എന്ന് ആതിരെ വിളിച്ച അമ്മയെ അറിയിച്ച പിന്നെ പ്രാർത്ഥന തന്നെയായിരിക്കും അത്രേ, വിളിയും കരച്ചിലും ഒക്കെ ആയിരിക്കുമെന്ന്. ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചെത്തുന്നത് വരെ നെഞ്ചെടുപ്പോടുകൂടി കാത്തിരിക്കുന്ന ലക്ഷ്മി അമ്മയുടെ മുഖം കാണാൻ അവർക്ക് പറ്റാത്തത് കൊണ്ട് പറഞ്ഞില്ല. ആ ഓപ്പറേഷൻ വളരെ വിജയകരമായി പൂർത്തീകരിച്ച ശേഷം അമ്മേ, ഞാനിതാ നമ്മുടെ രാജ്യത്തെ ഇങ്ങോട്ടടിച്ച ആളുകളെ അങ്ങോട്ടടിക്കുന്ന ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം നൽകാൻ നമ്മുടെ സോഫിയ ഖുറേഷിയോടൊപ്പം അമ്മേ ആതിരയും ഉണ്ടായിരുന്നു. ആ അമ്മ അത് കേൾക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു അനുഭവം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. കൂരിത്തരിക്കും. കാരണം ഈ രാജ്യത്തോടുള്ള അവരുടെ കൂറും പ്രതിബദ്ധതയും ജീവനേക്കാളേറെയാണ്. ജീവൻ കൊടുത്തവർ നമുക്ക് സംരക്ഷണം നൽകുന്നവരാണ്. ഈ സാഹചര്യത്തില് ഒരു മലയാളിയായിട്ടുള്ള ഒരു മടലിനെ നിങ്ങൾ കണ്ടിരുന്നോ? ഒരു മലയാളി മടല് കാണിച്ചു തരാം. ഇതിനെ ഒന്ന് കണ്ടുവച്ചു കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആമിന എന്നാണ് പേര്. ഒരു മലയാളി മടല കണ്ടല്ലോ. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ പറഞ്ഞു കേൾക്കാറില്ല. അയ്യോ, ഇതിനൊക്കെ തീരെ തലയ്ക്ക് സുഖമില്ലേ. ഇതൊന്നും ഇന്ത്യയിൽ നിന്നല്ല, ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാകേണ്ടുന്ന ആളുകളെ അല്ല എന്ന് തോന്നിപ്പോകും ചില സമയം. പാകിസ്ഥാനിലെ ഇപ്പൊ ഇന്ത്യ നടത്തിയല്ലോ ഒരു ഓപ്പറേഷൻ സിന്ദൂർ. നമ്മൾ അതിലൊക്കെ അഭിമാനത്തോടു കൂടിയാണ് അതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നത്. ഈ സിന്ദൂർ, ഓപ്പറേഷൻ സിന്ദൂറിന്റെ വ്യോമാക്രമണവുമായി ബന്ധപ്പെട്ടിട്ട് രാജ്യവിരുദ്ധ പോസ്റ്റുമായിട്ടാണ് ഈ പുതുമുഖ മലയാളി നടിയായിട്ടുള്ള ആമിന നിജാം രംഗത്ത് വരുന്നത്. വെടിയേറ്റ് കൊല്ലപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ് ആമിന നിജാം നാണക്കേട് തോന്നുന്നു എന്ന അടിക്കുറിപ്പോടുകൂടി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചിരിക്കുന്നത്. നടിയുടെ ഈ പ്രവൃത്തിക്കെതിരെ രൂക്ഷ വിമർശനം സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയത് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള വ്യോമാക്രമണമാണ്. മിസൈൽ ആക്രമണം നടത്തുമ്പോൾ എങ്ങനെയാണ് വെടിയേറ്റ് കൊല്ലപ്പെടുന്നത് എന്നാണ് ആമിന നിജാമിന്റെ പോസ്റ്റിനെതിരെ വിമർശനമുയരുന്നത്. റോസി പിരാനി എന്ന അക്കൗണ്ടിൽ നിന്നും പങ്കുവച്ച ഒരു ചിത്രമാണ് ആമിന ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഷെയർ ചെയ്തത്. ഈ ചെറിയ പെൺകുട്ടിയാണ് ഇന്ത്യ പറയുന്ന തീവ്രവാദി. ഇന്ത്യ ആക്രമണങ്ങൾ നടത്തിയത് മുഴുവൻ സിവിലിയൻ ഏരിയയിലാണ്. സാധാരണക്കാർ ഉറങ്ങുമ്പോഴാണ് അവർക്ക് നേരെ ആക്രമണം നടത്തിയത് എന്ന ഈ പോസ്റ്റാണ് ആമിന നിജാം പങ്കുവച്ചത്. ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് ലക്ഷ്യമിട്ടതെന്നും സൈനിക കേന്ദ്രങ്ങളോ സാധാരണക്കാരോ ആക്രമണത്തിന് ഇരയായിട്ടില്ല എന്നും ഇന്ത്യൻ സൈന്യം തന്നെ വ്യക്തമാക്കിയിട്ട് പോലും ഈ രൂപത്തിലുള്ള രാജ്യവിരുദ്ധ പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്ന നടിക്കെതിരെ കടുത്ത വിമർശനം സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഒരു സെക്കൻഡ് എന്നോടൊന്ന് ക്ഷമിക്കണം. ഈ ആമിന നിജാം എന്ന് പറയുന്ന ഇവളെ രണ്ട് പറയാതെ എനിക്കൊരു സമാധാനം വരുന്നില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എടി നാറി, ഈ ആമിന നിജാമിനോട് പറയാനുള്ളതാണ്. എടി ചെറ്റെ, നിന്റെ തന്ത ചത്തുപോയിട്ടില്ല പഹൽഗാം ഭീകരാക്രമണത്തിൽ. നിന്റെ കെട്ടിയോനോ നിന്റെ മക്കളോ നിന്റെ സഹോദരനോ നെഞ്ചിലും തലയിലും ഓട്ട വീഴണമായിരുന്നു നിന്റെയൊക്കെ കൺമുമ്പിൽ വെച്ചിട്ട്. എന്നാലായിരുന്നു നിനക്കൊക്കെ മനസ്സിലാകുക തിരിച്ചടി വേണോ വേണ്ടേന്ന്. അല്ലെങ്കിൽ നിന്റെയൊക്കെ കൂട്ടുകുടുംബങ്ങളെ കൊണ്ട് നിർത്തടി അതിർത്തിയില്. എന്നിട്ട് പാകിസ്ഥാൻകാരെ പൂവിട്ട് പൂജിക്കാൻ പറയടി ആ തീവ്രവാദികളെയൊക്കെ. അതല്ലടി വേണ്ടത്. ഇങ്ങനെ കുറച്ച് ലവളുമാരിങ്ങടെ ഇറങ്ങും. പാകിസ്ഥാനോടുള്ള പ്രേമം കാരണം പാകിസ്ഥാനെ പ്രേമിച്ച് കെട്ടിയ 800ഓളം ആളുകളെ കണ്ടില്ലടി.
കണ്ടില്ലേ? ഇന്ത്യ പിടിച്ചു വെച്ചിട്ടുണ്ട്. മുറിയന്മാരെ വേണമെന്നും പറഞ്ഞ് ഓടിയതാ. മുള്ളുമുരുക്കി കയറിയിട്ട് കൈ വിട്ടാ മതിയായിരുന്നു. ഇവിടെയൊക്കെ കെട്ടിയന്മാര്, അതല്ലെങ്കിൽ ഇവിടെയൊക്കെ തന്തമാര് ചാവണം. ആ 29 ആളുകളുടെ സിന്ദൂരം മായ്ച്ച് അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് ഭയചകിതരായി നിന്ന് അവരുടെ മുമ്പിൽ വെച്ച് തട്ടഹസിച്ച് ചിരിച്ച് 29 മനുഷ്യന്മാരുടെ ജീവനെടുത്ത അവന്മാരെ കുറിച്ച് ഒരു വാക്ക് പറയാൻ ഇവൾക്കൊക്കെ പറ്റിയിട്ടുണ്ടോ? ഇവളൊക്കെ ഒരു സിനിമയ്ക്കകത്ത് മുഖം കാണിച്ചു കഴിഞ്ഞാൽ ഇവളൊക്കെ എന്തോ വലിയ സംഭവമാണ്. സിനിമാ നടി പറയുമ്പോൾ ഇവൾക്കൊക്കെ എന്ത് വിടുവായത്തരവും ഈ രാജ്യത്തിരുന്ന് പറയാം. ആ 29 പേരോട് ഇവൾ അനുശോചനം രേഖപ്പെടുത്തിയിരുന്നോ? ഇല്ല. ഇവൾക്കതിന് കഴിയുമോ? ഇല്ല. വേറെ ഒരുത്തി വന്നിട്ട് നമ്മുടെ അന്തസ് കാണിക്കണമെന്ന് പാകിസ്ഥാനെ തിരിച്ചടിക്കണ്ടെന്ന്. ഇവിടുമാരുടെയൊക്കെ തന്തമാരെ കൊണ്ടുവിടട്ടെ അതിർത്തിയിലേക്ക്. അവന്റെയൊക്കെ നെഞ്ചിൽ ഓട്ട വീഴട്ടെ. അതല്ലെങ്കിൽ ഇരുമ്പ് നിക്കറിട്ടിട്ട് കൊണ്ടുവിടടി നീയൊക്കെ പാകിസ്ഥാന്റെ അതിർത്തിയിലേക്ക്. ഇന്ത്യൻ പട്ടാളക്കാരെ കൊന്ന ചരിത്രമാ ഞാൻ ഈ പറഞ്ഞതെല്ലാം. 40 പേരെ കൊന്നിരിക്കുന്നു ഇവർ. ഈ മസദ് അസ്ഹറിന് വേണ്ടി ഇവൻ ചത്തുപോയെങ്കിൽ ഇവന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ ഇതുപോലെയുള്ള ലവളുമാരും ഉണ്ടാകും മുൻപന്തിയിൽ. ഇവളൊക്കെയാണ് യഹിയ സിൻവാറിന്റെയും ഇസ്മായിൽ ഹനിയയുടെയും ഒക്കെ വച്ച് പൂജിക്കുന്ന പൂജാരികള്. ഇവളുമാരെയൊന്നും ഈ രാജ്യത്ത് തന്നെ വെച്ചിരിക്കാൻ പാടില്ല. ഏത് സിനിമാ നടിയാണെങ്കിൽ എന്താ, ഒരു സിനിമയിൽ മുഖം കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്ത് വിടുവായത്തരവും പറയാമെന്നോ? ഈ തീവ്രവാദികൾ കൊന്ന 29 പേരും നിസ്സഹായരായിരുന്നില്ലേ? നിരപരാധികളായിരുന്നില്ലേ? നിരായുധരായിരുന്നില്ലേ? അവരെ കൊന്നപ്പോൾ ഇവൾക്ക് നൊന്തോ? തിരിച്ചക്രമിക്കുമ്പോൾ അങ്ങനെയാണടി. ഓരോരുത്തരെയും തെരഞ്ഞുപിടിച്ച് മാറ്റി നിർത്തി ലിംഗനിർണയം നടത്തി കൊല്ലാൻ ഇന്ത്യൻ ആർമി അത്രമാത്രം ചീഞ്ഞളിഞ്ഞ സംസ്കാരത്തിനുടമകളല്ല. നമ്മുടെ കുടുംബാംഗങ്ങളാണ് മരിച്ചത്. കൊല ചെയ്യപ്പെട്ട 29 പേര് നമ്മുടെ കുടുംബാംഗങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് നോവും. പാകിസ്ഥാനികളെ മൊത്തം ചൂടുമുട്ടിപ്പിച്ചാലും ശരി, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ശരി, എന്റെ ചോര തിളയ്ക്കുന്നുണ്ട്. അവരെ മൊത്തം നശിപ്പിച്ചാലും ശരി, ഒരു ചലനവും ഉണ്ടാകില്ല നമുക്ക്. കാരണം നമ്മളെ ചൊറിഞ്ഞങ്ങോട്ട് വാങ്ങിയതാ. തീവ്രവാദം വിതച്ചാൽ തീവ്രവാദം തന്നെ കൊയ്യാൻ പറ്റൂ. ഈ മസൂദ് അസ്ഹർ എന്ന് പറയുന്ന ഭീകരൻ നമ്മുടെ രാജ്യത്ത് എത്രമാത്രം ഭീകരാക്രമണങ്ങൾ പ്ലാൻ ചെയ്തതാ. അവന്റെ കുടുംബം ഒന്നില്ലാതെ തീരണം. കാരണം ഇനി ഉണ്ടെങ്കിലും വിഷം തന്നെ ആയിരിക്കില്ലേ ഉൽപ്പാദിപ്പിക്കുന്നത്. ഭീകരവാദികളുടെ നിലവിളികൾ മാത്രമേ ഇവർക്ക് വേദനയുണ്ടാകുന്നു. നിരപരാധികളുടെ വേദനകളിൽ ഇവര് സന്തോഷിക്കുന്നു. ഇവരും ആ തീവ്രവാദികളും തമ്മിൽ എന്താ വ്യത്യാസം? ഇവരും കൊടും തീവ്രവാദികളല്ലേ? ഇവർ ഈ രാജ്യത്തിരുന്ന് ആയുധമില്ലാതെ തീവ്രവാദം പ്ലാൻ ചെയ്യുന്നു. പാകിസ്ഥാൻ ആയുധത്തോടുകൂടി തീവ്രവാദം ഉണ്ടാക്കുന്നു. ഇത് മാത്രം